ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പണപ്പെട്ടി ടാസ്ക് തന്നെയാണ്. സായി ഒരു രാജാവിന്റെ ഒരു വേഷമൊക്കെ ധരിച്ചുകൊണ്ട് അവിടെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സിജോയും ഇതുപോലെ നാട്ടുരാജാവിന്റെ വേഷം കിട്ടുന്നുണ്ട്. മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് ഓരോ വേഷങ്ങളൊക്കെ കെട്ടിക്കൊണ്ടാണ് അവിടെ നിൽക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ശ്രീധുവിനെ പിടിച്ച് ജയിലിലിടുന്നുണ്ട്. അതെന്തൊരു ടാസ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഈ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന ആളെ പിടിച്ച് ജയിലിലിടൂ എന്നൊക്കെ പറയുന്ന പോലെയാണ് അതിനകത്ത് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ അകത്ത് തന്നെ ഈ CID രാംദാസ് വരുന്നുണ്ട്. CID രാംദാസ് വന്നിട്ട് CID രാംദാസിന്റെ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടി ആരെടുക്കുന്നോ, ഈ പെട്ടിയെ തൊടുന്നത് ആരാണോ ആ വ്യക്തി ഇപ്പോൾ തന്നെ പോയേക്കണം എന്നാണ് രാംദാസ് പറയുന്നത്. അങ്ങനെ ഈ പെട്ടി കൊണ്ടുവന്ന് വീടിന്റെ ഉള്ളിൽ ഒരു പോഡിയത്തെ കൊണ്ടുവച്ചു. അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് വെച്ചത്. ആ 5 ലക്ഷം രൂപ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മത്സരാർത്ഥികളൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അവസാനം ആ പെട്ടി കൊണ്ടുപോയി. അവിടെ വെക്കാൻ കാത്തിരുന്നു നമ്മുടെ അണ്ണൻ, നമ്മുടെ ആങ്ങള. അതും എടുത്തുകൊണ്ട് പോയി. പെങ്ങള് കുട്ടിക്കൊരു വീട് എന്ന സ്വപ്നം അവിടെ ഇതാ അവസാനിച്ചിരിക്കുകയാണ്. പെങ്ങള് കുട്ടിക്കൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണോ എന്നറിയത്തില്ല. എന്തുമായാലും പെട്ടി സായി എടുത്തു, വെളിയിൽ പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതാണ് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കണ്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അവിടെ ഋഷി എടുക്കും എന്നാണ് പലരും വിചാരിച്ചെങ്കിലും സായിയുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. പെട്ടി എടുത്തോണ്ട് വെളിയിൽ പോണം. ഋഷി എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സായിയുടെ മനസ്സിൽ ഈ പെട്ടി എന്തായിരുന്നു. അല്ലാതെ സ്വന്തം ഇതിൽ നിന്ന് പെങ്ങളുകുട്ടിക്ക് കൊടുക്കണമെന്നില്ല. ഇവിടെ വരുവാണെങ്കിൽ ഇതെടുക്കുക, ഇതിൽ നിന്നൊരു തുക കൊടുക്കാനായിരിക്കും. കൊടുക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കൊടുക്കാതൊന്നും ഇരിക്കത്തില്ല, കൊടുക്കും. അതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.